നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാനന്തവാടിയിൽ ഇന്നലെ ഒരാളുടെ ജീവനെടുത്ത ആനയെ മയക്കുവടി വയ്ക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ആനയെ മയക്കുവടി വെച്ച് പിടികൂടുന്ന ദൗത്യം വൈകാതെ തുടങ്ങും. ആനയെ RRT അകലമിട്ട് നിരീക്ഷിക്കുകയാണ്. കുന്നിന് മുകളിലുള്ള ആനയെ സുരക്ഷിതമായി ഒരിടത്തേക്ക് ഇറക്കാനാകും ദൗത്യസംഘം ശ്രമിക്കുക. 2 കുങ്കികൾ ഇതിനോടകം എത്തിയിട്ടുണ്ട്. 2 പേരെ കൂടെ വൈകാതെ എത്തിക്കും. ആന നേരത്തെ നിലയുറപ്പിച്ച പടമലക്കുന്നിൽ തന്നെയാണ് ഉള്ളത്. രാത്രി താഴെ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും അവിടേക്ക് തന്നെ നീങ്ങിയതായി റേഡിയോ കോളർ വിവരങ്ങൾ പരിശോധിച്ച വനപാലകർ വിലയിരുത്തിയിരുന്നു. അധികം വൈകാതെ മയക്കുവെടി വയ്ക്കും. കൂടുതൽ വെറ്റിനറി ഡോക്ടർമാരെ കൂടി ഉൾപ്പെടുത്തി ദൗത്യസംഘം വിപുലമാക്കിയിട്ടുണ്ട്. കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ മുത്തങ്ങയിലേക്കാകും മാറ്റുക. വിശദമായ ആരോഗ്യ പരിശോധന പൂർത്തിയാക്കിയാകും വനം വകുപ്പ് തുടർ നടപടി സ്വീകരിക്കുക. നോർത്തേൺ CCF മാനന്തവാടിയിൽ ക്യാമ്പ് ചെയ്താണ് എല്ലാം ഏകോപിപ്പിക്കുന്നത്. ഡോക്ടർ അജേഷ് മോഹൻദാസ് ആണ് വെറ്റിനറി ടീമിനെ നയിക്കുക. മാനന്തവാടിയിലെ വിവിധ ഡിവിഷനുകളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. നാട്ടുകാരുടെ വൻ പ്രതിഷേധത്തിന് പിറകെയാണ് ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവിറക്കിയത്. ദൗത്യത്തിന് വിപുലമായ സംവിധാനമാണ് ഒരുക്കുന്നത്. കർണാടക വനം വകുപ്പും പങ്കാളികളാകും. പിടികൂടിയ ശേഷം ആനയെ മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റും. പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിടാനുമാണ് ആലോചന. കർണാടകയിലെ ഹാസൻ ഫോറസ്റ്റ് ഡിവിഷനിലെ ബേലൂരിൽ സ്ഥിരമായി വിളകൾ നശിപ്പിക്കുകയും ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുകയും ചെയ്ത ബേലൂർ മാഗ്നി എന്ന ആനയാണ് വയനാട്ടിൽ ഭീതി വിതച്ചത്. 2023 ഒക്ടോബർ 30-ന് കർണാടക വനം വകുപ്പ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയിരുന്നു. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം കേരള അതിർത്തി സമീപത്തുള്ള മൂലഹള്ളി വനമേഖലയിൽ തുറന്നുവിടുകയായിരുന്നു. റേഡിയോ കോളർ ധരിപ്പിച്ചെങ്കിലും സിഗ്നൽ ട്രാക്ക് ചെയ്യുന്നതിലെ വീഴ്ചയാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്നാണ് ആരോപണം. അതേസമയം പടമലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ പനച്ചിയിൽ അജീഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് 3 മണിക്ക് അൽഫോൺസ ദേവാലയത്തിന്റെ സെമിത്തേരിയിലാകും സംസ്കാരം. ഇന്നലെ രാത്രി 8:30-യോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം 10 മണിയോടെയാണ് മൃതശരീരം വീട്ടിലെത്തിച്ചത്. 2 മണിവരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതേസമയം ജനങ്ങളുടെ പ്രതിഷേധം തെറ്റായി കാണുന്നില്ലെന്ന മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പക്ഷേ ഇന്നലെ അവരെ അനുനയിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് വൈകുന്നേരം വരെ സമയം എടുക്കേണ്ടി വന്നു. മറ്റു നടപടികളിലേക്ക് കടക്കാൻ അതിനാൽ വൈകിയെന്നും മന്ത്രി പറഞ്ഞു. കുങ്കിയാന ആക്കണോ എന്നതും നിരീക്ഷണത്തിന് ശേഷം തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ആനയെ കൊല്ലാനുള്ള അധികാരം സർക്കാരിനില്ല. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. കാലോചിതമായ പരിഷ്കാരം അനിവാര്യമാണ്. വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് നൽകാനാവില്ല എന്നതാണ് കേന്ദ്ര നിലപാടെന്നും AK ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.